പഴയ ഓർമ്മകളൊക്കെ ഒന്നും മുമ്പ് പഠിച്ചിരുന്നത്. അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ വന്നതാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇനി അടുത്തത് എന്താന്ന് വെച്ചാ അവിടെ ഉണ്ടായിട്ടുള്ള അത്ഭുതങ്ങൾ എന്താണ്? മീൻസ് എന്താ അതിനെ പറഞ്ഞ കറാമത്ത് അല്ലേ? അതെന്താണ് അപ്പൊ? അതെന്ന് പറയാ അതും ഒരു ഐതിഹ്യമായിട്ടാണ് അവിടെ പറയപ്പെടുന്നത്. അതായത് ഐതിഹ്യമാണോ? ഈ പള്ളിയോട് ചേർന്നൊരു കുളമുണ്ട്. ഒരു കുളം നമ്മളിപ്പോ സാധാരണ കാണുന്നില്ല കുളം, ഇപ്പൊ നിലവിലുണ്ട്. അത് അതിന്റെ പുറകിലും ഒരു കഥയുണ്ട്, അതും പറഞ്ഞുതരാം. അപ്പൊ ഈ മുൻകാലം ഞാൻ പറഞ്ഞില്ലേ 250 വർഷം മുമ്പുള്ള കേസാണ്. 250 വർഷം മുമ്പാണ് ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നതും വഫാത്തായി പോയിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ അടുത്ത ഇതുണ്ടല്ലോ ചെമ്പിട്ട പള്ളിയിലും പിന്നെ നെട്ടൂർ പള്ളിയിൽ ഒക്കെ ഇദ്ദേഹം പോയിട്ടുണ്ട്. ചെമ്പിട്ട പള്ളി പണിതത് ഇദ്ദേഹം, കൊച്ചിയിലുള്ള ചെമ്പിട്ട പള്ളി പണിതതും ഇദ്ദേഹം തന്നെയാണ്. പണിയാൻ നേതൃത്വം കൊടുത്തതും ഇദ്ദേഹമാണെന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാന് ഡൗട്ട് എന്താണ് തങ്ങളുടെ പേര്? മൗലാന ബുഖാരി തങ്ങള്. അപ്പൊ ഈ ചെമ്പിട്ടപ്പള്ളി ഞാൻ അവിടെ വന്നിട്ട് ഇപ്പൊ ഈ അടുത്ത് ഒരു 2-3 ആഴ്ച മുമ്പ് അവിടെ പോയിരുന്നു. ചെമ്പിട്ടപ്പള്ളി പോയപ്പോ സെക്രട്ടറിയോട് ചോദിച്ചു, ഇതിങ്ങനെ ശരിയാണോ, ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എഗ്രി ചെയ്തു. എവിടെ? ഈ ചെമ്പിട്ടപ്പള്ളിയുള്ള സെക്രട്ടറി. ഓക്കെ, അതിരിക്കട്ടെ. അപ്പൊ ഈ 250 വർഷം മുമ്പുള്ള കേസാണ് കേട്ടാ. അത് 250 വർഷം മുമ്പുള്ള കഥയെന്നുള്ളത് നമ്മള് മനസ്സിൽ വെക്കണം. അപ്പൊ ഇതിങ്ങനെ അന്ന് ചെറിയ കുളമായിരുന്നു. അപ്പൊ അന്ന് വിളക്ക് കത്തിക്കണമല്ലോ. അന്ന് ഇലക്ട്രിക്കൽ സംവിധാനമൊന്നും ഇല്ല. അപ്പൊ വിളക്ക് അന്ന് ഇങ്ങനെ നിലവിളക്കും മറ്റേ പാട്ടവിളക്കൊക്കെയാണ് കത്തിച്ചോണ്ടിരുന്നത്. അപ്പൊ ഈ തങ്ങള് ഒരു വലിയൊരു നിലവിളക്ക് ഉണ്ടായിരുന്നു. അതവിടെ വെച്ചിട്ട് പറഞ്ഞ് ഇത് നമുക്ക് കെടാതെ സൂക്ഷിക്കണം, എന്നും കത്തിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഉമ്മ പറഞ്ഞു, അന്ന് വറുതിയുടെ കാലമായിരുന്നു, പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ആയിരുന്നു. അപ്പൊ ഒരു ഉമ്മ പറഞ്ഞ്, തങ്ങളെ നമുക്കിപ്പോ ദാരിദ്ര്യമുള്ളൊരു സന്ദർഭമാണ്, എണ്ണ വാങ്ങാനുള്ള ക്യാഷ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അന്ന് ചെറിയ തുകയാണ്, പക്ഷെ അതും ഇല്ലാത്തൊരു അവസ്ഥ. അപ്പൊ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അതിന് പരിഭ്രമിക്കണ്ട, ഈ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം ഒഴിച്ചാൽ മതി അതില്. കുളത്തിലെ വെള്ളം നിങ്ങളെടുത്ത് ഒഴിക്കുക, അത് കത്തിക്കോളും എന്നും പറഞ്ഞിട്ട് തങ്ങള് ആ വെള്ളം എടുത്തിട്ട് അതിൽ ഒഴിച്ചു, വിളക്കിലേക്ക് ഒഴിച്ചു. ആ നിലവിളക്കിലേക്ക് ഒഴിച്ചപ്പോ അത് നല്ല പ്രഭയോടുകൂടി കത്തിക്കൊണ്ടിരുന്നു, കെട്ടില്ല. അപ്പൊ ആ കുളത്തിലെ വെള്ളത്തിന് കറാമത്ത്, അത് അദ്ദേഹത്തിന്റെ കറാമത്ത്, വെള്ളത്തിനും അതുണ്ടായിരുന്നു. അപ്പൊ ആ കുളം അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അത് പഴയ കുളമല്ലേ. ഈ കുളം ഇടക്കൊന്ന് മൂടാൻ വേണ്ടി പോയതാണ് ഈ അടുത്തേക്കുള്ളൂ. കാരണം അതും അതിൽ കാണിക്കുന്നുണ്ട്. ഈ അടുത്തുള്ള ഒരു സമയമാണ്, ഒരു 10 വർഷം മുമ്പുള്ള, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, നമുക്കത് നോക്കാം. മൂടാൻ വേണ്ടി പോയതാണ്. പക്ഷേ അപ്പൊ അത് പിന്നെ അതിൽ നിന്ന് അത് വേണ്ടെന്ന് വെച്ചു. ഈ അവിടുത്തെ യുവാക്കളെല്ലാം സംഘം ചേർന്നിട്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ചാല് ഇവിടെ നമ്മുടെ വേണ്ടെന്ന് വെച്ചാൽ എന്താണ് അപ്പൊ മൂടാനുള്ള ഒരു ശ്രമം നടന്നിട്ട് വേണ്ടെന്ന് വെച്ചാൽ അത് എന്തോ ഒരു ദുർദിനത്തൊക്കെ ഉണ്ടായിരുന്നു പറയുന്നു. അപ്പൊ അതുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചിട്ട് അവര് യുവാക്കളൊക്കെ അതിൽ 1-2 കാര്യങ്ങളുണ്ട്. കുളം മൂടാനായിട്ട് പോയപ്പോ ഇതിങ്ങനെയുള്ള കറാമത്തുള്ള കുളമാണല്ലോ. അപ്പൊ അതൊന്നും മൂടണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ യുവാക്കളെല്ലാം ചേർന്നിട്ട് ഇതുണ്ടല്ലോ, കളക്ടർ അവിടെ പോയി അവർക്ക് നിവേദനം കൊടുത്തിട്ട് അവസാനം ആ കുളം പുനരുദ്ധരിപ്പിച്ചു. കാരണം വീണ്ടും അവർ പണിത് അവരുടെ റിനോവേഷൻ, അവരുടെ ഇതില് ഗവൺമെന്റിന്റെ ഒക്കെ സഹായത്തില് അത് അവിടെ കെട്ടിപ്പൊക്കി ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ട് ആ കുളം അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണാവുന്ന അത് ഈ കാലാകാലം തെരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റി ഉണ്ട്. അവരാണ് ഈ പുര ഉണ്ടല്ലോ, അതായത് ജിന്നുപുര എന്നും പറഞ്ഞിട്ടുണ്ടല്ലേ. ജിന്നുപുര എന്ന് പറയും. പിന്നെ അതന്നെ കൊച്ചുപുര, താമസിച്ചിരുന്ന സ്ഥലമാണ്. അപ്പൊ ജിന്നു ഇപ്പോഴും ഉണ്ടെന്ന് ഒരു മുറിയുണ്ട്. ആ മുറിക്ക് അകത്ത് ഇവരുണ്ട്. ഇപ്പോഴും ജിന്നുകൾ ജീവിച്ചിരിപ്പുണ്ട്. ജിന്നുകൾ അവിടെ ഉണ്ട്. അവിടെ വരുന്നവർക്ക് സഹായങ്ങൾ ചെയ്യുന്നു, അവരുടെ പരാതികൾ കേൾക്കുന്നു. കാണാൻ പറ്റൂല ആർക്കും. നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ആ റൂം അടച്ചിട്ടൊക്കെയാണ്, പക്ഷെ അതിന്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റില്ല.
തങ്ങള് കണ്ടു. ഇനി അങ്ങനെ അത്ഭുത സിദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ പറ്റുമോ? ഉണ്ടാവും. മീൻസ് അത്രയും അത് ഈ തങ്ങള് 250 വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഒരു കറാമത്തുള്ള തങ്ങളാണ് ഇതിന്റെ അടുത്തുണ്ട്. പൊന്നുരുതിൽ ഉപ്പാപ്പ, പൊന്നുരുതി പള്ളി ഉപ്പാപ്പ. അത് ഉപ്പാപ്പയുടെ 64-ാം മറ്റേ പള്ളിപ്പടിയാണോ? പള്ളിപ്പടി 64-ാം ആണ്ട് നേർച്ചിപ്പ് നടന്നുള്ളൂ കഴിഞ്ഞ മാസം. എനിക്ക് ഒന്ന് 25-26 സെപ്റ്റംബറിലല്ലേ? ഇല്ല ഒക്ടോബർ. ഇത് നവംബർ അല്ലേ? ഒക്ടോബർ 25-26 ഒക്കെ ആയിട്ട് 24-25-26 ഒക്കെ ആയിട്ട് അവിടെ ഈ ആണ്ട് നേർച്ച ഉണ്ടായിരുന്നു. അത് ആ ഉപ്പാപ്പ, തങ്ങളുപ്പാപ്പ എന്നാ പറയപ്പെടുന്നത്. ആ തങ്ങൾക്കും കറാമത്തുണ്ടായിരുന്നു, ഒരുപാട് കറാമത്തുണ്ടായിരുന്നു. എനിക്ക് അതിനെ കുറിച്ച് അല്ല, ഈ പള്ളിയോട് കണക്ട് ചെയ്തല്ല, ഈ പള്ളിയോടല്ല. ഈ തങ്ങള് ഇത് 250 വർഷങ്ങൾക്ക് മുമ്പ്. മറ്റേ തങ്ങളും ഇവിടെ ഇപ്പൊ ആർക്കും ആ ജിന്നിനെ ആരും കണ്ടിട്ടൊന്നുമില്ല അല്ലേ? ഇല്ല, കാണാൻ പറ്റില്ല, മനുഷ്യർക്ക് കാണാൻ പറ്റില്ല. അതിന് അത്ഭുത സിദ്ധിയും പഠിച്ചോന്റെ ഒരു ഇത് വേണ്ടേ, പഠിച്ചോന്റെ ഒരു വേണ്ടുക വേണം, അങ്ങനെയൊക്കെ കാണാൻ പറ്റും. അപ്പൊ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോ നമ്മളൊന്നും കാണുന്നില്ല അല്ലെ, ഈ അദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ കണ്ണടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കണ്ണ് തുറക്കും. നമ്മള് വേറൊരു ലോകത്തേക്കാ പോകുന്നത്. അപ്പൊ നമ്മ മരിച്ചു ഉൾക്കണ്ണൊന്നുമല്ല. മരിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഇതില്ലേ, ഇത് അടച്ചിട്ട് വേറൊരു കണ്ണിന് വേറൊരു മൂടി ഉണ്ട്, അത് ഓപ്പൺ ആവും. അത് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലോകം കാണാൻ പറ്റും. ആ ലോകം എന്ന് പറയാം, അവിടെ മലക്കുകൾ ഉണ്ടാവും, ജിന്നുകൾ ഉണ്ടാവും, പിന്നെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മളപ്പോ ആ ലോകത്തേക്ക് വരും. ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടിയത് വായിച്ചിട്ടുള്ള അറിവല്ലേ? അതെ, വായനച്ചിട്ടുള്ള അറിവാണ്. പിന്നെ ചില പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പ്രസംഗങ്ങൾ കേൾക്കുമ്പോ ഓരോരുത്തരുടെ ഭാഗത്തുണ്ടല്ലോ, പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോ അങ്ങനെയൊക്കെ കിട്ടിയ അറിവുകളാണ്. പ്രസംഗങ്ങൾ കുറവാണ്. ഇപ്പൊ യൂട്യൂബിലൊക്കെ തന്നെ വരുന്നുണ്ടല്ലോ. യൂട്യൂബിൽ പലരും പറയുന്നുണ്ട് ഇങ്ങനെ കണ്ണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു കണ്ണ് തുറക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുളത്തോട് സംബന്ധിച്ച് അതാണ്. പിന്നെ എന്നിട്ട് യുവജനത മുന്നിട്ടിറങ്ങി ഇവരുണ്ടല്ലോ, ഈ കളക്ടറേറ്റ് അവരുടെ ഭാഗത്ത്, അതായത് കുളം പുനരുദ്ധാരണ പദ്ധതി ഉണ്ടായിരുന്നു ഒരിക്കൽ. ഈ നമ്മുടെ ഇത് വരുന്നുണ്ട്, നമ്മുടെ നാട്ടില് വരൾച്ച വന്നപ്പോ ആ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി അങ്ങനെ കുളം പുതുക്കി പണിത്. ആ കുളത്തിന് ഒരാൾ പൊക്കമുള്ളത്. ആ കുളത്തിന് അടിയിൽ നിന്ന് നോക്കിയ ഒരാൾ പൊക്കം, ഒരു 6 അടി പൊക്കത്തിലാണ് അത് ആ വെള്ളം നിൽക്കുന്നത്. അപ്പൊ അതാണ് അവിടെ പിള്ളേര് കുളിക്കാൻ വരും. എവിടെ ഇപ്പോഴും പിള്ളേര് കുളിക്കാൻ വരും. കുളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ കമ്മിറ്റിക്കാർ വിലക്കും. കാരണം എന്താണല്ലോ, വല്ല അപമൃത്യു സംഭവിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. ഇങ്ങനെ ഇത്രയും പവിത്രമായിട്ടുള്ള ഒരു കുളമാണ്. അവിടെ ഇവര് കുളിക്കാൻ സമ്മതിക്കാൻ പാടുണ്ടോ എനിക്കറിയില്ല. പക്ഷെ പൊതുവെ എന്നോട് പറഞ്ഞത് പിള്ളേര് വന്നാൽ അതിനെ സമ്മതിക്കരുതിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കാണുന്നില്ല, ഞാൻ പോരുന്ന സമയത്തൊന്നും കണ്ടില്ല. അപ്പൊ ഇതാണ് കുളത്ത് ഇപ്പോഴും വെള്ളം കോരി എടുക്കാറൊക്കെ ഇല്ല വെള്ളമുണ്ട്. അപ്പൊ അതൊക്കെ എന്തിനു യൂസ് ചെയ്യും? അപ്പൊ വെള്ളം കോരി എടുക്കുന്ന ഈ കുളത്തിൽ വെള്ളം ഡയറക്റ്റ് പോകില്ല. വെള്ളം എടുത്തിട്ട് ശുദ്ധീകരിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്, പ്യൂരിഫൈ ചെയ്തിട്ട് അതിനുള്ള മെഷീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആ പ്യൂരിഫൈ ചെയ്ത വെള്ളം വന്നിട്ട് കുളത്തിൽ ഈ ഹൗദിൽ വീഴും. ഉണ്ട്. പിന്നെ അത് കൂടാതെ അവിടെ പല കാര്യങ്ങളുണ്ടല്ലോ, വെള്ളം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അത് പിന്നെ ഒന്ന് രണ്ട് പേർക്ക് കടമുറികളിലേക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ കുടിക്കാനുള്ള വെള്ളം ഇതല്ല കേട്ടാ, കുടിക്കാൻ പുറത്തുനിന്ന് മെഷീൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ മദ്രസയിലെ പിള്ളേർക്ക് ഈ തണുത്ത വെള്ളം, നോർമൽ വെള്ളം, ചൂടുവെള്ളം പോലും കുടിക്കാനുള്ള ഒരു മെഷീനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. പിന്നെ നിനക്ക് ഇതോടുകൂടി മദ്രസ ഉണ്ട്. മദ്രസ 125 പേരോളം പഠിക്കുന്ന വിദ്യാർത്ഥികൾ. അത് 12 വരെ ഉണ്ടെന്നാണ് അവിടുന്ന്. 12ാം ക്ലാസ് വരെ 1 മുതൽ 12ാം ക്ലാസ് വരെ എല്ലാവരും ഉണ്ട്. പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ കൂടി പഠിക്കുന്ന ഒരു മദ്രസ ഉണ്ട്. അങ്ങനെ അപ്പൊ പള്ളിയുടെ പുറകിലുള്ള ഐതിഹ്യം ഇതാണ്. അത് അത്രയുണ്ട് അല്ലേ? ഓക്കെ, ഇനി അടുത്തത് അപ്പൊ വടക്കനേത്ത് പള്ളി എന്നറിയപ്പെടുന്ന ഈ ജിന്നുപള്ളി. ഈ ജിന്നുപള്ളി വെണ്ണല മുസ്ലിം ജമാഅത്ത് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ പള്ളിയെ കുറിച്ച്
ഉള്ള ഐതിഹ്യവും മറ്റു കാര്യങ്ങളുമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനിയിപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്